ഇന്നത്തെ ഗുരുവായൂർ അമ്പല നടയിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. സിനിമ 6ാം ദിവസത്തിലേക്ക് തിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ, ഇന്നത്തെ കേരള ട്രാക്കിംഗ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. നല്ല ഹോൾഡോട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ അങ്ങനെ മോളിവുഡിലെ അടുത്ത 50 കോടി സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച മലയാളം സിനിമകളിൽ ഒരു സിനിമ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഈ 2024 വർഷം കാണുന്നത്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും 50 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് ഇന്നലെ തിങ്കളാഴ്ച ഇതേ സമയം 1,69 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 1,61 ലക്ഷത്തിന് മുകളിലാണ് കേരള ഗ്രോസ് കളക്ഷൻ. അപ്പോൾ ഇന്നലെ 3,30 ലക്ഷം കേരളത്തിൽ കളക്ഷൻ ഉണ്ടായ സിനിമയ്ക്ക് ഇന്നും 3 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് വെറും 6 ദിവസങ്ങൾ കൊണ്ട് 24 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുകയാണ്. 24 കോടി 50 ലക്ഷം റേഞ്ചിലാണ് 6 ദിവസത്തെ സിനിമയുടെ കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിൽ മുന്നേറുന്ന സിനിമ 50 കോടി വേൾഡ് വൈഡ് കളക്ഷനും കൂടി മറികടന്നിരിക്കുകയാണ്. ഇന്നലെ തിങ്കളാഴ്ച സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നെങ്കിൽ ഇന്നും 6 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷനാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 55 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തുന്നതാണ്. 10-20 കോടി റേഞ്ചിൽ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മോളിവുഡിലെ അടുത്തൊരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ 4ാമത്തെ 50 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമയായിട്ടും ഈ വർഷത്തിലെ 2ാമത്തെ 50 കോടി ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ടും രാജുവേട്ടനെ സംബന്ധിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.